അത്ര റിസ്കി ഒന്നുമല്ല. കാര്യം പറയേ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്റെ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഇതാ നോക്കൂ, പരസ്യം വന്നിട്ടുണ്ട്. അതിന് അതെനിക്ക് വാങ്ങിയാ കൊള്ളാന്നുണ്ട്. എന്താ ആ വസ്തുവിനോട് ഇത്ര താല്പര്യം? ഇവിടെ സിറ്റിയിൽ എവിടെയെങ്കിലും വാങ്ങിയാ പോരെ? പോരാ, നാട്ടിൽ തന്നെ വാങ്ങണം. വാങ്ങിയ മാത്രം പോരാ, വാങ്ങിയ കാര്യം എന്റെ റിലേറ്റീവ്സ് അറിയാൻ വേണം. ഇപ്പൊ മനസ്സിലായി. റിവഞ്ചിന്റെ മറ്റൊരു മുഖം അല്ലേ? ഞാനത് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം. അച്ഛൻ അറിയണം, സുമിത്രേച്ചി അറിയണം, എല്ലാവരും അറിയണം. എന്നെ സഹായിക്കില്ലേ? തീർച്ചയായും. അപ്പോ ഈ വസ്തു എനിക്ക് വാങ്ങിത്തരില്ലേ? ഞാൻ എന്തിനാ വാങ്ങിത്തരുന്നത്? യമുനയ്ക്ക് തന്നെ വാങ്ങാമല്ലോ. എന്റെ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ വാങ്ങാം. ഇല്ലെങ്കിൽ നിന്റെ അക്കൗണ്ടിലുള്ള സംഖ്യ അവിടെ തന്നെ സ്വസ്ഥമായി കിടന്നോട്ടെ. നിനക്ക് വസ്തു വാങ്ങിയാ പോരെ? ദാറ്റ് ഇസ് ഡൺ. നിനക്ക് ഞാനത് വാങ്ങിത്തരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ ഒരു ആഗ്രഹത്തിനും എതിര് പറയില്ലാന്ന്. നോ, അങ്ങനെ പൂർണ്ണമായി ഉറപ്പിക്കാൻ പാടില്ല. അതെന്താ സാർ? അല്ല, ഞാനിതൊക്കെ ചെയ്യുന്നതിന് പകരം എനിക്കെന്തെങ്കിലും കിട്ടണ്ടേ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, എല്ലാം നേടിയ ശേഷം എന്നെ തള്ളിപ്പറയാനാണ് നിന്റെ ആഗ്രഹമെങ്കിലോ അതെങ്ങനെ ഞാൻ സമ്മതിച്ചു തരും? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമോ? ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇതുവരെ ഇല്ല. പക്ഷെ ഹ്യൂമൻ നേച്ചറല്ലേ മോളെ. തണുപ്പ് കാലത്ത് നമുക്ക് ബ്ലാങ്കറ്റ് വേണം, ചൂട് കാലത്തോ? അപ്പോ എന്നെ അങ്ങനെയാ കണ്ടിരിക്കുന്നല്ലേ? ശരി, എനിക്ക് ഈ വസ്തു വേണ്ട. എനിക്കിപ്പോ ഇവള് പൊന്മുട്ടയിടുന്ന താറാവാ. അതുകൊണ്ട് തൽക്കാലം പിണക്കണ്ട. ഏയ്, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെയാണോ തമാശ പറയുന്നത്? സോറി ഡാർലിംഗ്. പറഞ്ഞ വാക്കുകൾ നിരുപാധികം പിൻവലിച്ചിരിക്കുന്നു. അപ്പോ നമ്മൾ ആ വസ്തു വാങ്ങുന്നു. നിന്നെ പടിയടച്ച് പിണ്ടം വച്ചവരോട് മധുരമായി പ്രതികാരം വീട്ടുന്നു. ഓക്കേ? ഗുഡ് മോർണിംഗ് സ്വാമി. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗിനൊരു ഉഷാറില്ലാത്തത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇല്ലാന്ന് കൂട്ടിക്കോ. അല്ല സ്വാമി, സ്വാമി ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? ഇവിടുത്തെ കാലാവസ്ഥ ശരിക്കങ്ങ് പിടിച്ച ലക്ഷണം ഉണ്ടല്ലോ. എന്താ, ഞാൻ സ്ഥലം കാലിയാക്കി തരാൻ റാമിന് ധൃതിയായോ? ഞാനിവിടെ ഉള്ളത് റാമിന് എന്തെങ്കിലും അസൗകര്യമാണോ? തുറന്നു പറഞ്ഞു. അസൗകര്യമോ? എനിക്കോ? ഛേ, നമ്മുടെ ബന്ധം അങ്ങ് ഡൽഹിയിൽ വെച്ച് ആരംഭിച്ചതല്ലേ സ്വാമി. സത്യം പറഞ്ഞ സ്വാമി പെർമനന്റായി ഇവിടെ വേണമെന്നാ എന്റെ ആഗ്രഹം. അതെന്തിനാ? അക്കൗണ്ടിങ്ങിനെ പറ്റി പിന്നെ എനിക്കൊരാശങ്കയും വേണ്ടല്ലോ. എല്ലാം അപ് ടു ഡേറ്റ് ആയിരിക്കുമല്ലോ. അത് സത്യം.
എല്ലാം അപ് ടു ഡേറ്റ് ആക്കാനുള്ള തീവ്ര ശ്രമത്തിലാ ഞാൻ. വാലും തുമ്പും ഇല്ലാതെ കിടക്കുന്നത് അത്രയും കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോഴാണ് കള്ളങ്ങൾ തെളിയുക. കള്ളങ്ങളോ? ഇവിടെ എന്ത് കള്ളങ്ങൾ? അല്ല, കള്ളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും നോക്കിയപ്പോ തന്നെ എനിക്ക് ക്ലിയറായി. എന്ത്? ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന്. ആ, ആയിരിക്കും സ്വാമി. കാരണം ആ പ്രസാദല്ല ഇപ്പൊ ഭരണം നടത്തുന്നത്, ഈ റാമോഹന. യെസ് യെസ്. അല്ല സ്വാമി, പ്രസാദിനോടിപ്പോ നമ്മുടെ എംഡിയുടെ അപ്രോച്ച് എന്താ? സോഫ്റ്റ് ഓർ ഹാർഡ്? ലേശം സോഫ്റ്റ് ആണോ എന്ന് എനിക്കൊരു സംശയം. സ്വാമിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് നല്ല ഹാർഡാണെന്നാ. അതെന്താ? മാനസിക രോഗത്തിന്റെ പേരിൽ സ്വല്പ സിമ്പതിയൊക്കെ ഉണ്ടെങ്കിലും കമ്പനിയുടെ പേര് കെടുത്തിയതിന്റെ പേരിൽ നല്ല വെറുപ്പുണ്ട്. അപ്പോ പ്രസാദ് കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല അല്ലേ? എന്ന് പറയാൻ പറ്റില്ല. അതെന്താ? കമ്പനിക്ക് ദുഷ്പേര് വരുത്തിയ ഒരുത്തിനെ ഏതെങ്കിലും എം ഡി റീഇൻസ്റ്റേജ് ചെയ്യുമോ? പക്ഷേ പ്രസാദ് സമർത്ഥനായ ഒരു എഞ്ചിനീയർ ആയിരുന്നല്ലോ. റാമിന് ഓർമ്മയുണ്ടോ എന്തോ? റാം വരുന്നതിന് മുമ്പ് കേരളത്തിലെ 5 കൺസ്ട്രക്ഷൻ കമ്പനികൾക്കിടയിൽ 1ാം സ്ഥാനമായിരുന്നു നമ്മുടെ കമ്പനിക്ക്. പ്രസാദിന്റെ പീരീഡായിരുന്നു അത്. പക്ഷെ ഇപ്പോഴോ? ഞാൻ പറയാതെ തന്നെ റാമിന് അറിയാമല്ലോ നമ്മൾ എത്രാമതാന്ന്. അതുകൊണ്ട് എം ഡി ചിലപ്പോ പ്രസാദിനെ തിരിച്ചു വിളിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലെങ്കിലും ഏത് ക്രിമിനലും ഒരു കുമ്പസാരം കഴിഞ്ഞാൽ മഹാത്മാവാവുമല്ലോ. പച്ചയ്ക്ക് കുത്തി കൊന്നിട്ട് ഒന്ന് വെട്ടി നിലവിളിച്ചാ മതി, ഉടനെ സഹതാവതരംഗമായി, പൂച്ചണ്ടായി, ചുവപ്പ് പരവതാനിയായി. എന്തു പറ്റി റാമിന്? എന്തിനാ ഇത്ര രോഷം കൊള്ളുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ഛർദ്ദിച്ചത് ഭക്ഷിക്കരുത്. തന്നെ പുറത്താക്കിയതിന്റെ രോഷവും റിവഞ്ചും പ്രസാദിന്റെ ഉള്ളിലുണ്ട്. സ്വാമിക്ക് പോലും ആ പുറത്താക്കലിൽ കൈയുണ്ടെന്ന അവന്റെ ധാരണ. ഓഹോ. അവൻ തിരിച്ചു വന്നാൽ എന്റെ കാര്യം പോട്ടെ, നിങ്ങളവൻ വെറുതെ വിടില്ല. മാത്രമല്ല, ഈ കമ്പനിയുടെ അസ്ഥിവാരം തോണ്ടുകയും ചെയ്യും. വരുന്നത് പോലെ വരട്ടെ റാം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? അതിരിക്കട്ടെ, ആ 20 ലോഡ് സിമെന്റിന്റെ കാര്യം വല്ലതുമായോ? ആരാ മോഷ്ടിച്ചെന്ന് കണ്ടുപിടിച്ചോ? വല്ല തുമ്പും കിട്ടിയോ? ഗോപനെ രവിയെ ഞാൻ ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. തുമ്പ് വല്ലതും കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് തരാം. യെസ്, മണിസ്വാമി ഹിയർ.
രാമോഹൻ. എന്താ സർ? എന്ത്? അല്ല, എന്റെ പുറകെ സാർ കുറെ നേരമായി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത്. അത് ശരി. ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും എന്നെ കണ്ട് രാമോഹൻ കടന്നു കളഞ്ഞുകൊണ്ടാ ഞാൻ പുറകെ വന്നത്. ഞാൻ കടന്നു കളഞ്ഞെന്നോ? ആ, അതൊക്കെ പോട്ടെ. ഞാൻ ഏൽപ്പിച്ചിരുന്നൊരു കാര്യം എന്തായി? എന്താ സർ? മുരുകനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്ത് പോലും ഇല്ലല്ലോ. ഞാൻ അങ്ങനെ ഏറ്റിരുന്നോ? ഇല്ലല്ലോ. അന്ന് വർക്ക് സൈറ്റിൽ വെച്ച് നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യം ഏറ്റിരുന്നില്ലേ? സാറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യം ഏറ്റിരുന്നില്ലല്ലോ. മാത്രമല്ല, അന്ന് കമ്പനിയുടെ ആവശ്യത്തിന് അവൻ ഉപയോഗിച്ചു എന്നല്ലാതെ അവനുമായി എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ അവനെ എവിടെയെങ്കിലും വെച്ച് കാണുകയോ അവനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയോ ചെയ്താൽ ഞാൻ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് നേരാ. എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല സാറേ. അപ്പോ റാം ഇനി അത് അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട. നാട്ടിൽ പോലീസുകാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടെത്തിക്കോളാം. റാം പോയിക്കോളൂ. കേറ്.